വീഡിയോ പോസ്റ്റ് ഓക്കെ. ചെയ്തത്. അപ്പൊ ഞാനത് പബ്ലിക് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്ത് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തായിരുന്നു കേട്ടോ. സോ അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഫ്രെയിംസ്. ഫ്രെയിംസ് എന്ന് വെച്ചാല് ലെറ്റ്സ് എനിക്ക് ഒരു തേർഡ് പാർട്ടി ഒബ്ജക്റ്റിന് ഒരു ഡോക്യുമെന്റ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡാറ്റ ആയിരിക്കാം. തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ഡാറ്റ എനിക്ക് എന്റെ ആപ്ലിക്കേഷനിൽ ഡിസ്പ്ലേ ചെയ്യിക്കണം എന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞാൽ ഗൂഗിൾ ആഡ്സ്. ഗൂഗിൾ ആഡ്സ് ആക്ച്വലി ഒരു തേർഡ് പാർട്ടി അല്ലേ? ഓരോ തവണ നിങ്ങൾക്ക് മാറി മാറി ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഹോർഡിങ്സ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഗൂഗിൾ ആഡ്സ് അല്ലേ നമ്മുടെ നോർമലി കാണുന്ന ആഡ്സ്. സോ അതെല്ലാം എന്ന് വെച്ചാൽ കുറെ തേർഡ് പാർട്ടി ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലെ? അതായത് നമ്മുടെ അപ്ലിക്കേഷന്റെ കോഡുമായി ബന്ധമുള്ളതല്ല അതൊന്നും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെ എല്ലാം എനിക്ക് എന്റെ അപ്ലിക്കേഷനിൽ ഒന്ന് കൊണ്ടുവന്ന് ആഡ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ഫ്രെയിംസിനെ നമ്മൾ അപ്ലിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോമിൽ നോക്കി ഐ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടായിരിക്കും ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഐ ഫ്രെയിം ഞാൻ ചാറ്റിൽ ഇട്ടുതരാവേ. ഗോപിക ഷെയർ ചെയ്യണേ സ്ക്രീന്. നമ്മൾ ഫൈൻഡ് എലമെന്റ് മെത്തേഡ് പറഞ്ഞിരുന്നല്ലേ? ഫൈൻഡ് എലമെന്റ് മെത്തേഡ് എന്തിനായിരുന്നു യൂസ് ചെയ്യണ്ടായിരുന്നത്? നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഒറ്റ എക്സ്പാത്ത് ഒക്കെ വെച്ച് സിംഗിൾ എലമെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഫൈൻഡ് എലമെന്റ് യൂസ് ചെയ്തത് അല്ലെ? ഇനി ലെറ്റ്സ് സേ എനിക്ക് ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് റിട്രീവ് ചെയ്യണമെന്ന് വിചാരിക്കൂ. എനിക്ക് ഒരു എലമെന്റ് അല്ല വേണ്ടത്, ഒരു ലെറ്റ്സ് സേ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സിന് എനിക്ക് റിട്ടേൺ ലിസ്റ്റ് ഓഫ് എലമെന്റ്സിന് എനിക്ക് റിട്ടേൺ ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന മെത്തേഡാണ് ഫൈൻഡ് എലമെന്റ്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ലെറ്റ്സ് സേ എനിക്ക് എൻ്റെ അപ്ലിക്കേഷനിൽ എത്ര ഗൂഗിൾ ആഡ്സ് വരുന്നുണ്ടെന്ന് അറിയണം. ഓരോ തവണ ലോഡ് ചെയ്യുമ്പോൾ എത്ര ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ എത്ര തേർഡ് പാർട്ടി ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് വരുന്നുണ്ടെന്ന് അറിയണം. അങ്ങനെയുള്ള സിനാരിയോസിലെല്ലാം ഫൈൻഡ് എലമെന്റ് യൂസ് ചെയ്താൽ എനിക്ക് റിസൾട്ട് കിട്ടത്തില്ല അല്ലേ? ഞാൻ ഡിസൈർ ചെയ്യുന്ന റിസൾട്ട് എനിക്ക് കിട്ടില്ല. സോ അങ്ങനെ ഞാൻ ഡിസൈർ ചെയ്യുന്ന റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് എലമെന്റ്സിലേക്ക് എത്തിപ്പെടാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡാണ്, ഫംഗ്ഷനാണ് ഫൈൻഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ചോദിച്ച് ഇന്റർവ്യൂസ് എല്ലാം എല്ലായിടത്തും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈൻഡ് എലമെന്റ് ആൻഡ് ഫൈൻഡ് എലമെന്റ്സ്? ഫൈൻഡ് എലമെന്റ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്നതാണ് ഫൈൻഡ് എലമെന്റ് എന്ന് പറയുന്നത്. അതായത് അത് ആ കണ്ടീഷനെ ബ്രേക്ക് ആവുകയാണ്, അതായത് ഒന്നിൽ കൂടുതൽ എലമെന്റ്സിനെ അറ്റ് എ ടൈം തന്നെ ഐഡന്റിഫൈ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അത് അതിന്റെ ആദ്യത്തെ ഇൻസ്റ്റൻസ് ഏതാണോ, ലെറ്റ്സ് ഒരു 13 ഇൻസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കൂ. ഞാൻ ഫൈൻഡ് എലമെന്റ് കൊടുത്തപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻസ്റ്റൻസിനെ അങ്ങ് എടുക്കും. അതെ, അല്ല ഇപ്പൊ ലെറ്റ്സ് ഞാനിപ്പോ ഡ്രാഗബിൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഡ്രാഗബിൾ എന്ന് പറഞ്ഞ എക്സ്പാത്ത് വെച്ചിട്ട് ലെറ്റ്സ് എനിക്കൊരു 4 റിസൾട്ട് കിട്ടി വിചാരിക്കുക. 1 അല്ല വന്ന് 1 ആണ് വന്നെന്ന് വിചാരിക്കും. അപ്പൊ 1 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 4 റിസൾട്ട് അവിടെ മാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അല്ലെ? അതിൽ 1 വന്നത് ഏതാണോ, അതായത് ഫസ്റ്റ് ഒക്യൂറൻസ് ഏതിനാണോ വന്നത് ആ ഫസ്റ്റ് ഒക്യൂറൻസിനെ മാത്രം ഫെച്ച് ചെയ്യും ഫൈൻഡ് എലമെന്റ്. അതായത് അത് കഴിഞ്ഞ് വരുന്ന 3 എണ്ണത്തിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയും ഫൈൻഡ് എലമെന്റ് എന്ന് പറയുമ്പോൾ. ഫൈൻഡ് എലമെന്റ്സ് എന്ന് വെച്ചാൽ ഞാൻ ഫൈൻഡ് എലമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതേ സെയിം എക്സ്പാത്തിനെ എഴുതിയതെങ്കിൽ എനിക്ക് ഈ 4 എണ്ണത്തിന് ഒരുമിച്ച് റിസൾട്ട് കിട്ടും. ലിസ്റ്റ് ആയിട്ട് എനിക്കൊരു എൻ്റെ ലിസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. മനസ്സിലായോ? കോമ സെപ്പറേറ്റ് ചെയ്യല്ല, സിന്റാക്സ് പറഞ്ഞുതരുന്നതായിട്ട്. അപ്പോ ക്ലിയർ ആയില്ലേടാ ഗോപിക? ഫൈൻഡ് എലമെന്റ്സ് മെത്തേഡ് എന്തിനാണ്, ക്ലിയർ ആണോ? ഓക്കെ. സോ ഈ ഫൈൻഡ് എലമെന്റ്സിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. അതായത് നമ്മൾ ഫൈൻഡ് എലമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ലെറ്റ്സ് സേ എനിക്കിപ്പോ എൻ്റെ എക്സ്പാത്തിൽ ഒരു മിസ്റ്റേക്ക് പറ്റി. ഓക്കെ. സോ എന്ത് സംഭവിക്കും അവിടെ? എനിക്കൊരു എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
ഫൈൻഡ് എലമെന്റ് യൂസ് ചെയ്താൽ നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യും നമുക്ക്. ഓക്കെ, ഫൈൻഡ് എലമെന്റ്സ് ആണെങ്കിൽ എക്സെപ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യത്തില്ല, പകരം ഒരു എം ടി ലിസ്റ്റ് നിങ്ങൾ വരും. ഓക്കെ, അതായത് ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വെച്ച് ഞാനൊരു എക്സ്പാത്ത് എഴുതി, അല്ലെങ്കിൽ ഒരു ബൈ ഡോട്ട് ഐ ഡി എന്ന് പറഞ്ഞൊരു കാര്യം എഴുതി വെച്ചു. ആ ബൈ ഡോട്ട് ഐ ഡി വെച്ചിട്ട് എനിക്ക് ഒരു എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും. ഫോർ സം റീസൺ എനിക്കതിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ ആ കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ എനിക്ക് നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് എറർ വരും. സിംഗിളിനെ കിട്ടിയില്ല, മൾട്ടിപ്പിളും കിട്ടിയില്ല, ഒരു വാല്യൂ റിഫ്ലക്ട് ആയിട്ടില്ല അതിന്. അതെ, അതായത് ഫൈൻഡ് എലമെന്റും എലമെന്റ്സ് നമ്മൾ ഡിഫറൻസ് ചോദിച്ചാൽ മെയിൻലി പറയേണ്ട രണ്ട് കാര്യങ്ങളാണ്. അതായത് ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻ കേസ് ഒരു എലമെന്റിനെ റിട്ടേൺ ചെയ്തിട്ടില്ലെങ്കിൽ നോ സച്ച് എലമെന്റ് ഫൗണ്ട് എക്സെപ്ഷൻ എന്ന ഒരു എക്സെപ്ഷൻ റിട്ടേൺ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ ഗോപിക? ഇത് ഓൾറെഡി ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണെന്നല്ലേ പറഞ്ഞത്? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. അതെ. ഇനി ലെറ്റ്സ് സേ ഫൈൻഡ് എലമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് എനിക്കൊരു ഒന്നും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതെ ആയതെങ്കിൽ അത് ഒന്നും റിട്ടേൺ ചെയ്യത്തില്ല, പകരം എം ടി ലിസ്റ്റിനെ റിട്ടേൺ ചെയ്യും. എക്സെപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ കോഡ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകും. ഒരു എം ടി ലിസ്റ്റ് ആണ് വരിക. മനസ്സിലായില്ലേ? സെഷനിലാ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പേജ് ഒബ്ജക്ട് മോഡിലെത്തി. 8:30 PM അല്ലേ? 7 PM ആണ്. 7:30 PM മാറ്റിയത്, ടൈമിംഗ് മാറ്റിയതാ. 7:30 PM ടൈം മാറ്റിയതാണ് അവരുടെ കൺവീനിയൻസിന്. ആ 8:30 PM പൈത്തൺ ബാച്ച്. അത് 8:30 തന്നെ. 7 PM ഇല്ല, 7:30 AM ആണ്. PM ഇല്ല, PM ഒരു ബാച്ചേ ഉള്ളൂ, നൈറ്റ് ഒരു ബാച്ചേ ഉള്ളൂ. 7 AM അല്ലേ? 7:30 AM അല്ലേ? എനിക്ക് രണ്ട് ബാച്ചാണല്ലേ വീട്ടിലെത്തിയാല്. 7:30 AM 8:30 PM. അതൊക്കെ കഴിഞ്ഞല്ലോ, റിവ്യൂ എപ്പോഴേ കഴിഞ്ഞു. ഫൈനൽ ഡെമോ ഇല്ല, അവര് കോണ്ടാക്ട് ലിസ്റ്റ് കിട്ടിയില്ല. അന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരുടെ കഴിഞ്ഞിട്ടില്ല, രണ്ടുപേർക്ക് എന്താ പേഴ്സണൽ റീസൺ കൊണ്ട് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ആയി. ബാക്കി രണ്ടുപേർക്ക് എന്താ പറയാ, രണ്ടുപേർക്ക് മീറ്റിംഗ്സ് കാര്യങ്ങളുണ്ട്, വേറെ ടൈം പറ്റില്ല പറഞ്ഞിട്ട് അവരുടേത് ഇങ്ങോട്ട് കൺഫർമേഷൻ പറയാന്ന് പറഞ്ഞു. രണ്ടുള്ള റീസ്കെഡ്യൂൾ ചെയ്ത് രണ്ട് ടൈം നമുക്ക് പറ്റിയില്ല. അപ്പൊ ഒന്നുകൂടെ കോണ്ടാക്ട് ചെയ്ത് നോക്കണം. ഏത് 7 PM സന്ധ്യയുടെ കഴിഞ്ഞല്ലോ, 1:30 എടുത്ത് കഴിഞ്ഞു, അവന്റെ കഴിഞ്ഞല്ലോ. പൈത്തൺ സെലീനിയം കഴിഞ്ഞു, അവന്റെ ആർക്കൈവ് ചെയ്തിട്ടല്ലോ. ആണോ? അത് അവന്റെ ആർക്കൈവ് ചെയ്തോളൂ, അത് കഴിഞ്ഞതാ. ഫൈനൽ ഡെമോയും കഴിഞ്ഞതാ. 4 അങ്ങനെ. ഏതാ? പൈത്തൺ ആണ്. സെലീനിയം 5 weeks വേണം. ഓക്കെ, സോറി ഇടാ, ഒരു കോൾ വന്നായിരുന്നേ. ഓക്കെ, സോ ഫൈൻഡ് എലമെന്റ്സും ഫൈൻഡ് എലമെന്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞേ. ഫൈൻഡ് എലമെന്റ്സിൽ ഞാൻ എന്താ പറഞ്ഞത്, നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ റിട്ടേൺ ചെയ്യും ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഫൈൻഡ് എലമെന്റ്സ് എക്സെപ്ഷൻ റിട്ടേൺ ചെയ്യത്തില്ല, എം ടി ലിസ്റ്റിനെ റിട്ടേൺ ചെയ്യും. ഫസ്റ്റ് ഡിഫറൻസ്. രണ്ട് കേസിലും പ്രോഗ്രാം റൺ ചെയ്യൂല. ഐ മീൻ
ഇപ്പൊ ഫൈൻഡ് ഫൈൻഡ് എലമെന്റ്സ് എലമെന്റ് കേസിൽ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവും, എക്സെപ്ഷൻ അല്ലേ ത്രോ ചെയ്യുന്നേ? ഓക്കെ സ്റ്റോപ്പ് ആയിട്ട് എക്സെപ്ഷൻസ് ആർ ഒബ്സർവ്ഡ് എന്നുള്ള പോലെ അതെ വരും. അതെ, നോ സച്ച് എലമെന്റ് ഫൗണ്ട്, നോ സച്ച് എലമെന്റ് ഫൗണ്ട് എക്സെപ്ഷൻ എന്ന് റിട്ടേൺ ചെയ്യും നമുക്ക്. ഫൈൻഡ് ഓക്കെ എലമെന്റ്സ് ഓക്കെ നമുക്ക് എക്സിക്യൂഷനെ സ്റ്റോപ്പ് ചെയ്യത്തില്ല, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. മനസ്സിലായോ? ഇനി സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ലെറ്റ്സ് സേ ഒന്നിൽ കൂടുതൽ എലമെന്റ്സിനെ റിട്ടേൺ ചെയ്തു. ഈ ലൊക്കേറ്റർ ഞാൻ യൂസ് ചെയ്ത ലൊക്കേറ്റർ എന്നുണ്ടെങ്കിൽ ഫൈൻഡ് എലമെന്റ് ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റൻസിനെ എടുക്കും, ഫൈൻഡ് എലമെന്റ്സ് ആണെങ്കിൽ എൻറ്റയർ ലിസ്റ്റിനെ എടുക്കും. അതായത് എൻറ്റയർ ലൊക്കേറ്റർ വെച്ചിട്ട് എത്ര എലമെന്റ്സിനെ ലൊക്കേറ്റ് ചെയ്തോ അതിനെ എല്ലാത്തിനെയും കൂടെ ലിസ്റ്റ് ആക്കിയിട്ടാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, കീ ഡിഫറൻസസ് ആണ്. ഈ ഡിഫറൻസസ് നമ്മളോട് എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ് കേട്ടോ. എവിടെ പോയാലും ശരി, ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണെങ്കിലും ശരി, ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് വർക്ക് ചെയ്ത് അതിന് ശേഷമാണ് പോകുന്നതെങ്കിലും ശരി, നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഫൈൻഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഒരു ക്ലാസ് ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ, ഹാൻഡിൽ ഫ്രെയിംസ്. ഹാൻഡിൽ ഫ്രെയിംസ്. യെസ്, ഹാൻഡിൽ ഫ്രെയിംസ്. ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ കേട്ടോ, ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ, ബേസിക്കിന് എക്സ്റ്റെൻഡ് ചെയ്തോളൂ. ഹാൻഡിൽ ഫ്രെയിംസ് മതിയോ? ഹാൻഡിൽ ഫ്രെയിംസ് തന്നെ വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമുള്ള പേര് വയ്ക്കാം. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം, വെരിഫൈ വെരിഫൈ ഫ്രെയിംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. വെരിഫൈ ഫ്രെയിംസ്. ഓക്കെ, ഞാൻ URL തരാം, ആ URLിലേക്ക് ഒന്ന് നാവിഗേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഗെറ്റ് ചെയ്യണ്ടേ? സെൽഫ് ഡോട്ട് ഡ്രൈവർ ഗെറ്റ് ചെയ്തിട്ട് ആ URLിലേക്ക് പോയിക്കേടാ. ആ URL ഒന്ന് ഓപ്പൺ ചെയ്തേ. ഓക്കെ, ഈ ഒരു URL ഇതിൽ നമുക്ക് എത്ര ഫ്രെയിംസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കൗണ്ട് ചെയ്യാനായിട്ട് വർക്ക് സ്പേസിലേക്ക് വരൂ. വർക്ക് സ്പേസ് എന്ന് വെച്ചാൽ പൈച്ചാമ്പിലേക്ക് കേട്ടോ, ടൈപ്പ് ചെയ്തോളൂ. എത്ര ഫ്രെയിംസ് ഉണ്ടെന്നാണ്? അതെ, ഇനി എത്ര ഫ്രെയിംസ് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യാൻ പോവാണ്. ടൈപ്പ് ചെയ്തോളൂ, ടോട്ടൽ ഫ്രെയിംസ് ഈക്വൽസ് ടൈപ്പ് സ്പേസ് എടുക്കടാ, ഇൻഡന്റേഷൻ ഇൻഡന്റേഷൻ ഞാൻ കരുതി നമ്മൾ അസൈൻമെന്റ് ആയതുകൊണ്ട്. ഓക്കെ, ഫംഗ്ഷന്റെ അകത്ത് തന്നെ. ഓക്കെ, ടോട്ടൽ ഫ്രെയിംസ് ഈക്വൽസ് സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് find underscore elements, ELEME. ഓക്കെ, നമ്മൾ മുൻപേ എലമെന്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. എലമെന്റ് ആണ് കൊടുക്കുന്നത്, ഇപ്പൊ എലമെന്റ്സ് ആണ് കൊടുക്കുന്നത്. ടൈപ്പ് ചെയ്യൂ, by dot ബ്രാക്കറ്റ്സില് ഫൈൻഡ് എലമെന്റ്സ് ബ്രാക്കറ്റ്സില് by dot tag name, by dot ബ്രാക്കറ്റ്സില് by dot tag name, by dot tag name.
നമ്മൾ ടാഗ് നെയിം എന്ന് പറഞ്ഞിട്ടൊരു ലൊക്കേറ്റർ പഠിച്ചില്ലായിരുന്നോ? ആ ആ ആ ക്യാപ്സ് എല്ലാം ക്യാപ്സ് ടാഗ് നെയിം കോമ y ഇമ്പോർട്ട് ചെയ്തിടാം കോമ ടാഗ് നെയിം കഴിഞ്ഞ് കോമ ഇട്ടോളൂ. ഡബിൾ കോട്ട്സിൽ ഐ ഫ്രെയിം ഡബിൾ കോട്ട്സില് ഐ ഫ്രെയിം ഐ ഐ ഫ്രെയിം. ഇത് എറർ അല്ലല്ലോ. എന്താടാ പറ. ഇല്ല ടാഗ് നെയിം എറർ അല്ലല്ലോ, വാർണിംഗ് അല്ലല്ല വാണിംഗ്, അത് പ്രശ്നമില്ല. ടാഗ് അണ്ടർസ്കോർ നെയിം അല്ലേ? ഓക്കെ എന്റർ അടിക്കൂ. പ്രിന്റ് ടോട്ടൽ ഫ്രെയിംസ്. ഇനി ഇതൊരു ലിസ്റ്റിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ലെങ്തിനെ വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. ലിസ്റ്റിന്റെ ലെങ്ത് എങ്ങനെ കാണുന്നത് ഓർക്കുന്നുണ്ടോ? len ഓഫ് അതെ കൊടുത്തോളൂ. പ്രിന്റ് len ഓഫ് താഴെ അടുത്തതിലായിട്ട് കൊടുക്കൂ. പ്രിന്റ് len ഓഫ് ടോട്ടൽ ഫ്രെയിംസ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോളൂ. ആദ്യം ഇനീഷ്യലൈസ് ബ്രൗസറിനെ വിളിക്കാം, എന്നിട്ട് വെരിഫൈ ഫ്രെയിംസിനെ വിളിക്കാം. വെരിഫൈ ഫ്രെയിംസ് എക്സിക്യൂട്ട് ചെയ്തേടാ. സ്ലീപ്പ് ഇട്ടില്ല അല്ലേ? സ്ലീപ്പിലെ ഓപ്പൺ ആയി വരുമല്ലോ. ഇപ്പൊ നമുക്ക് വെരിഫൈ ചെയ്യാൻ അതിലൊന്നും ഇല്ല, ഇതിൽ തന്നെ അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ ഇത് ഓപ്പൺ ആയി. ഇവിടെ എങ്ങനെയാ നിങ്ങൾക്ക് കുറെ എലമെന്റ് കിട്ടിയിട്ടുണ്ട്. എലമെന്റ് ഈക്വൽസ് എഫ് ഡോട്ട് ഡി ഡോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റത്തിന്റെ ലാംഗ്വേജിൽ കുറച്ച് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസും കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഇത് നെക്സ്റ്റ് ടൈം റൺ ചെയ്യുമ്പോൾ 10 ആവണമെന്നില്ല, 12 ആവാം, 13 ആവാം, 8 ആവാം, വാല്യൂ മാറി മാറി വരാം. കാരണം എന്താ പറഞ്ഞോ? ഇല്ല അല്ല അതെന്താന്ന് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. റീസൺ വേറെ ഒന്നുമല്ല. നമ്മൾ ഈ ഐ ഫ്രെയിമിനെ കൗണ്ട് ചെയ്യുമ്പോൾ ഗൂഗിൾ ആഡ്സും എല്ലാം കൗണ്ട് ചെയ്താ വരുന്നത്. ഓക്കെ, ഓരോ തവണയും വരുന്ന ഗൂഗിൾ ആഡ്സിന് നമ്പർ മാറത്തില്ലേ? ഓക്കെ, അതുകൊണ്ട് ഓരോ തവണയും കൗണ്ട് ചെയ്യുന്ന ഫ്രെയിമിന്റെ എണ്ണവും ചേഞ്ച് ആവും. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്രെയിംസ് അവിടെ തന്നെ ഉണ്ട്. ഡൈനാമിക് ആയിട്ട് വരുന്ന ഫ്രെയിംസ് ആണ് നമ്മുടെ ഈ ഗൂഗിൾ ആഡ്സ് എല്ലാം. അപ്പൊ നീ നെക്സ്റ്റ് ടൈം റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 4 ഗൂഗിൾ ആഡ്സ് വരുന്നുണ്ടാവുള്ളൂ. അതിനനുസരിച്ച് അതെ, ആഡ്സ് മാത്രമല്ല തേർഡ് പാർട്ടി ആയിട്ട് ആഡ് ചെയ്യുന്ന എന്തൊരു ഡോക്യുമെന്റോ ഡാറ്റയോ ആവാം, എല്ലാത്തിനെയും ഫ്രെയിം ആയിട്ടാണ് ആഡ് ചെയ്യുക. ആഡ്സ് മാത്രമല്ല, ഫ്രെയിംസ് പറഞ്ഞാൽ ആഡ് മാത്രമല്ല അല്ലെ? ആഡ് മാത്രമല്ല, ആഡ് ആണ് നമ്മൾ ഏറ്റവും റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഡോക്യുമെന്റ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത തവണ ചെയ്യുമ്പോൾ കൂടാം കുറയാം. അതെ, കൂടാൻ കുറയാം. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഒരു റിസൾട്ട് അവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആദ്യം ബേസ് അല്ലേ ഓപ്പൺ ആവുക? ബേസിക്കലി ഏതാ ആദ്യം കൊടുത്തിരിക്കുന്നത്? ഒബ്സ്ക്യൂരിറ്റി സ്ട്രിംഗ് അല്ലേ?
അത് എഫ്സ്ക്യൂ ടെസ്റ്റിംഗ് ഓപ്പൺ ആയി അവിടെ നിന്ന് നമ്മൾ നാവിഗേറ്റ് ചെയ്തല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഡയറക്റ്റ് ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ അവിടെ സെൽഫ് ഡ്രൈവർ കമന്റ് ചെയ്തിടണം. ബേസിക്കലി വന്നിട്ട് സെൽഫ് ഡ്രൈവർ വെച്ച് കമന്റ് ചെയ്തിടുക. അപ്പൊ ഡയറക്റ്റ് ഇവിടെ വന്ന് ഓപ്പൺ ആവും. ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ നോർമലി അങ്ങനെ എഴുതാറില്ല. ബിക്കോസ് പ്രൊജക്റ്റിലേക്ക് എല്ലാം വരുമ്പോൾ നമ്മൾ കൂടെ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്താണ് ചെയ്യുക. ബിക്കോസ് റിപ്പീറ്റഡ് കോൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ നോർമലി അങ്ങനെയാണ് എഴുതുക. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്തതിന്റെ ബേസിക്സും പഠിപ്പിക്കുന്ന റീസൺ അതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എഴുതാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതേപോലത്തെ സെയിം ഒരു മെത്തേഡിനോട് എഴുതിയാൽ മതി. ആയിരിക്കും. ബിക്കോസ് നിങ്ങൾ വെബ് ആപ്ലിക്കേഷനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുക? നിങ്ങളുടെ എൻറ്റയർ ആപ്ലിക്കേഷനിൽ നിങ്ങൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സിനാരിയോസ് എല്ലാം കണക്റ്റഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ ഒരേ സെയിം URL അല്ല ആക്സസ് ചെയ്യുന്നത്. ലോഗിൻ ചെയ്യുന്ന URL സെയിം ആണ്, ആക്സസ് ചെയ്യുന്ന ബ്രൗസർ സെയിം ആണ്. ഡിഫറൻസ് വരുന്നത് എവിടെ? അതിന് ശേഷമുള്ള ഓപ്പറേഷൻസിലല്ലേ. അതിനെ നമ്മൾ ഡിഫറെന്റ് ഫങ്ഷൻസ് ആക്കി എഴുതിയിട്ട് ബേസ് ആയിട്ടുള്ള ചേഞ്ച് ആവാതെ അങ്ങനെ തന്നെ ചെയ്യുമല്ലേ ചെയ്യുന്നേ. മനസ്സിലായോ? നിരഞ്ജൻ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാ ഞാൻ നമ്മളെ ബേസിക് നോക്കുമായിരുന്നേ. നമ്മളിപ്പോ ഈ എഴുതുന്ന കോഡിലൊക്കെ ബേസിക് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തായാലും ഇങ്ങോട്ടാ പോവാ. ഫസ്റ്റ് പോയിട്ട് നമ്മൾ ക്രോം കമന്റ് ചെയ്തേക്കല്ലേ, പിന്നെ എങ്ങനെയാ നമ്മളുടെ ഈ സെലേനിയം കോബിൾ ക്രോമിൽ ഓപ്പൺ ആവുന്നത്? ക്രോമിലാണോ അപ്പൊ ഓപ്പൺ ആയത്? അല്ലല്ലോ, എഡ്ജിലല്ലേ. എഡ്ജിൽ വന്ന് ക്ലോസ് ആയി പോയതല്ലേടാ. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. എന്റെ എഡ്ജിൽ ഓപ്പൺ ആവാൻ പാടുള്ളൂ. കണ്ടോ ഈ ഡെമോ ഇതൊക്കെ എങ്ങനെയാ ഇപ്പൊ ക്രോം? ഇത് ഓപ്പൺ ചെയ്തതല്ലേ, മാനുവലി ഓപ്പൺ ചെയ്തതല്ലേ ഇനിയോ? അതെ, ഓക്കെ ഓക്കെ ഓക്കെ. അത് നമ്മളിപ്പോ ലിങ്ക് പേസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തല്ലേ? അതെ അതെ. പെട്ടെന്ന് ഞാൻ പഴയ കോഡ് പ്രോഗ്രാം നോക്കിയിട്ട് നമ്മൾ ക്രോം കമന്റ് ചെയ്തിട്ട് എങ്ങനെയാ ഇത് ക്രോമിൽ വന്നേന്നല്ലേ? അല്ല ഇപ്പൊ അക്ഷയ് ചോദിച്ചാതെ ഇതന്നെ ഇപ്പൊ ഞാൻ ആലോചിച്ചേ. ഇപ്പൊ ഞാൻ ബേസിക് ഇപ്പൊ എഴുതിയില്ല. എവിടെ പോയത്? ഹാൻഡിൽ ഫ്രെയിംസ്. ഇപ്പൊ ഞാൻ ഇത് എഴുതിയില്ല എന്ന് വെക്കൂ, ഇൻഹെറിറ്റ് ചെയ്തില്ല. അപ്പൊ എന്റെ കോഡ് എങ്ങനെ? എനിക്കിപ്പോ ഇത് മാത്രം ഓപ്പൺ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്കിത് മാത്രം ഓപ്പൺ ചെയ്താൽ മതി. ബേസിക് വേണ്ട. പകരം എന്ത് ചെയ്താൽ മതി? സെൽഫ് ഡ്രൈവർ ഗേറ്റിന് തൊട്ട് മുകളിലായിട്ട് ഡ്രൈവർ ഇൻസ്റ്റൻസിനെ കൂടെ ക്രിയേറ്റ് ചെയ്യാം. self.driver.chrome അല്ലെങ്കിൽ self.driver.edge എന്നും പറഞ്ഞിട്ട് നിങ്ങളവിടെ ബേസിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ വെബ് ബ്രൗസറിന്റെ ഇൻസ്റ്റൻസിനെ? സെയിം വേ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല അതിന്. പക്ഷെ ഡിഫറൻസ് എന്താന്ന് വെച്ചാല് ഓരോ തവണയും നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണ്ടല്ലോ നമ്മുടെ. അതൊരു ബേസ് URL രീതിക്ക് വെച്ചിട്ടുള്ളതാണ് നമ്മള്. നമ്മളൊരു സംഭവം ഇങ്ങനെ അതും മാക്സിമൈസ് കമന്റ് ചെയ്തു. ആദ്യം empty ബ്രൗസർ വരും, എന്നിട്ട് വരും. ഇപ്പോ എങ്ങനെ ഇപ്പൊ ഗോബേക്ക് ഇനി ഈ ഒരു സ്ക്രീൻ കാണണ്ടെന്ന് വിചാരിക്കും. ബേസ് URL കാണണമെങ്കിൽ ഇതും കമന്റ് ചെയ്തിട്ടാ മതി. ബേസിക്കലി മറ്റേ ഇതില്ലേ .get of എന്നിട്ട് കൊടുത്തിട്ടില്ലേ നമ്മള്, അത് കമന്റ് ചെയ്തിട്ടാ മതി. കമന്റ് ചെയ്യുമ്പോൾ അത് അവിടെ നമുക്ക് സ്പെസിഫിക് വിൻഡോ ഒന്നും വരത്തില്ല. ജസ്റ്റ് ഒരു ഇൻസ്റ്റൻസ് ഓപ്പൺ ആയി വരും. ക്രോമിന്റെ എഡ്ജിന്റെ വിച്ചെവർ ഇറ്റ് ഈസ് ഓപ്പൺ ആയി വരും. അവിടുന്ന് റീഡയറക്ട് ചെയ്ത് ഡയറക്ട്ലി കാണുന്ന പേജ് ഇതായിരിക്കും. സോറി, ഏത് കമന്റ് ചെയ്താൽ മതി എന്നാ പറയണേ? ബേസിക് PY പോയിട്ട് നമ്മൾ ആ ഗെറ്റ് ചെയ്യുന്ന ലൈൻ ഇല്ലേടാ, നമ്പർ 12 ഇല്ലേ, നമ്പർ 12 ഞാൻ കമന്റ് ചെയ്തിട്ടോ. ഗെറ്റ് ചെയ്യുന്ന ഈ ലൈൻ. ഓക്കെ മനസ്സിലായി. അതിനെ കമന്റ് അതും മാക്സിമൈസ് വിൻഡോയും കമന്റ് ചെയ്തിട്ടാൽ പിന്നെ വേറെ ഒന്നും വർക്ക് ആവത്തില്ലല്ലോ. വേറെ വർക്ക് ആവില്ല. അങ്ങനെയും ചെയ്യാം. സോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫ്രെയിമിനെ
ജസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് കണ്ടുപിടിച്ചു അല്ലേ? ഉം. ഇനി നെക്സ്റ്റ് ഈസ്, ഇനി പറയാനുള്ള കാര്യം, ഒരു ഫ്രെയിമിലേക്ക് ഡ്രൈവറിന്റെ ഫോക്കസ് ബൈ ഇറ്റ്സെൽഫ് പോവില്ല. ബിക്കോസ് ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന എന്തൊക്കെയാണ്? കുറെ ഡ്രോപ്പ് ഡൗൺസ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സസ്, ബട്ടൺസ് ഒക്കെയാണ് ആർക്കറിയാവുന്നത്? ഡ്രൈവറിന് അറിയാവുന്നത്. ഡ്രൈവറിന് നമ്മൾ ഈ പറയുന്ന ബാക്കി കാര്യങ്ങൾ ബാക്കി ആൾക്കാരൊന്നും വലിയ പരിചയമില്ല. അതെ, ഡ്രൈവർ യു ആറിൽ ഗെറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡ്രൈവറിന് ഇവരൊന്നും പരിചയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്വിച്ച് ടു എന്ന് പറഞ്ഞ് മാനുവലി ഡ്രൈവറിന്റെ ഫോക്കസിനെ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവരണം, ഫ്രെയിമിന്റെ അകത്തേക്ക്. സോ ദാറ്റ് ഫ്രെയിമിലെ കണ്ടന്റിനെ അല്ലെങ്കിൽ എലമെന്റ്സിനെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. നമുക്കൊരു സിനാരിയോ വരികയാണ്, അതായത് ഈ ഫ്രെയിമിലെ കണ്ടന്റ് എന്താണെന്ന് അറിയണം. അതാണ് എനിക്ക് വെരിഫൈ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ ടെസ്റ്റ് കേസിൽ പറയുകയാണ്, എനിക്ക് വെരിഫൈ ചെയ്യാനുള്ളത് എന്താണ്, ഒരു ഈ ഒരു സ്പെസിഫിക് ഫ്രെയിമിലുള്ള വാല്യൂ എന്താണെന്നാണ് എനിക്ക് അറിയാനുള്ളത്. ഞാൻ പറയാൻ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ സ്വിച്ച് ടു എന്ന് പറഞ്ഞ മെത്തേഡ് ഫംഗ്ഷനെ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബൈ ഫോഴ്സ് എനിക്ക് ഡ്രൈവറിനെ കൊണ്ട് ഫോക്കസ് അങ്ങോട്ടേക്ക് കൊണ്ടുവരിക്കേണ്ടി വരും. അത് നമുക്ക് പല തരത്തിൽ കൊണ്ടുവരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ബൈ ഇൻഡെക്സ്. ഇൻഡെക്സ് നമുക്ക് കൊണ്ടുവരിക്കാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ID യൂസ് ചെയ്ത് കൊണ്ടുവരിക്കാം. പലതരത്തിൽ നമുക്ക് കൊണ്ടുവരിക്കാൻ പറ്റും. എങ്ങനെയൊക്കെയാ പറ്റുകയെന്ന് നോക്കി നോക്കാം. ഓരോ ആഡിനും ഓരോ ID ഉണ്ട്. ഒരു കാര്യം ചെയ്യൂ, അതില് നമ്മുടെ അപ്ലിക്കേഷൻ എടുത്തേടാ. ഇതാണ് ഇൻസ്പെക്ട് ചെയ്തു. ഒരു സെക്കൻഡ് നിരഞ്ജന, ഞാൻ ഇപ്പൊ വരാം. ഓക്കേടാ, ഓക്കെ. മോള് കരച്ചില്ല, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ വന്നു. എടാ ആപ്ലിക്കേഷൻ എടുത്തേടാ. മോളെടുക്കണോ? ഇല്ല, കുഴപ്പമില്ല. എന്റെ അമ്മയുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇത്തിരി താഴേക്ക് വന്നേടാ സ്ക്രീനിന്റെ. കുറച്ചുകൂടെ താഴേക്ക് വരട്ടെ. അവിടെ ദിസ് ഈസ് എ സാമ്പിൾ പേജ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേടാ? അതിനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് കൊടുത്തേ. അവിടെ അല്ലടാ, ദിസ് ഈസ് എ സാമ്പിൾ പേജിൽ ഇവിടെ കണ്ടോ? iframe src / sample id = frame1. കണ്ടോ? മുകളിൽ നോക്കിയേ. iframe ഇത്. സോ എനിക്ക് വേണ്ടത് ഈ സ്പെസിഫിക് ഫ്രെയിമിനെ ആക്സസ് ചെയ്തിട്ട് ഇതിലെ ടെക്സ്റ്റ് എനിക്കൊന്ന് ഗെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് text in the sense this is a sample page അല്ലേ ഈ കേസിലെ ടെക്സ്റ്റ്? this is a sample page ആണ് ടെക്സ്റ്റ്. എനിക്ക് അതാണ് ഫെച്ച് ചെയ്യാനുള്ളത്. ഒരു കാര്യം ചെയ്യുക, iframeന്റെ ഒരു എക്സ്പാത്ത് എഴുതിക്കേ. iframeന്റെ എക്സ്പാത്ത് എഴുതിക്കോളൂ. കൊടുത്തിട്ട് iframeന്റെ എക്സ്പാത്ത് ടാഗ് നെയിം എന്തായിരുന്നു? src അല്ലേ? src വേണ്ട, ഐഡി വെച്ച് എഴുതിക്കോ. iframe അല്ലേടാ ടാഗ് നെയിം. ഒരു വട്ടം കൂടെ എടുക്കത്. iframe അതിന്റെ ടാഗ് നെയിം എന്താ വരുന്നേ? കുറച്ച് മുകളിലേക്ക് വയ്ക്കേ. ഇത് അന്നത്തെ പോലെ ഇതല്ലേ? h1 അല്ല, iframe. iframe അതിൽ ഐഡി എഴുതിക്കോ. അതങ്ങനെ ബാക്ക് സ്പേസ് അടിക്കുമ്പോ
SRC equal to sample. ID equal to SRC SRC ഐഡി സോറി അതെന്തുകൊണ്ട് ഐഡി ബിക്കോസ് നമുക്ക് ഫ്രെയിം വേണമെന്നുള്ളതുണ്ടല്ലേ. അതെ, നമുക്ക് ID ഞാൻ ആട്രിബ്യൂട്ട് നെയിം കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ സപ്പോസ് ഐ ഫ്രെയിം അറ്റ് SRC ഈക്വൽ ടു സാമ്പിൾ കൊടുത്താൽ ഇത് കിട്ടില്ല. SRC ഈക്വൽ സാമ്പിൾ യൂസ് ചെയ്താൽ കിട്ടുമെങ്കിൽ അതും എടുക്കാം, കുറച്ചുകൂടി നമ്മൾ കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിക്ക് എടുക്കുന്നു എന്ന് മാത്രം. ശരി ശരി. ID ഈക്വൽ ടു ഫ്രെയിം 1 അല്ലേ? അതെ, ഫ്രെയിം 1. ഓക്കെ. ID എടുത്തോ, ID ഏതൊക്കെ നമ്മൾ കോപ്പി എടുത്തു @ID equals find element എക്സ്പാത്ത് കോപ്പി എടുത്തോളൂ. ഇവിടെ ഇത് കഴിഞ്ഞിട്ടല്ലേ ചെയ്യണ്ടേ? അത് കഴിഞ്ഞ് താഴെ പേസ്റ്റ് ചെയ്തോളൂ. ജസ്റ്റ് ഫൈൻഡ് എലമെന്റ് യൂസ് ചെയ്തിട്ട് അതിനെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തോളൂ. ഫൈൻഡ് എലമെന്റ് എന്ന് പറയണേലേക്കോ? ഫൈൻഡ് എലമെന്റ് ഇവിടെ എനിക്ക് സിംഗിൾ എലമെന്റ് അല്ലേ വേണ്ടത്, അപ്പൊ ഫൈൻഡ് എലമെന്റ്. driver dot find element xpath നമ്മളിവിടെ ഫൈൻഡ് എലമെന്റ് യൂസ് ചെയ്യാൻ കാരണം ഒരു ഇതായോണ്ടാണോ? എങ്ങനെയാടാ നമ്മൾ ഫൈൻഡ് എലമെന്റ്സ് യൂസ് ചെയ്യാത്തത്? അല്ല, ഫൈൻഡ് എലമെന്റ് യൂസ് ചെയ്യാത്ത റീസൺ എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് അവിടെ സിംഗിൾ എലമെന്റിനെയാണ് ആവശ്യമുള്ളത് അല്ലേ? അതിന്റെ എലമെന്റ്സ് യൂസ് ചെയ്യാ. അല്ല, നമ്മൾ ഈ കേസിൽ ഒരു സിംഗിൾ എലമെന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അതെ അതെ അതെ. ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് ആണ് ഏടാ ഗോപിക. സാമ്പിൾ ഫ്രെയിമിനാണ് എനിക്ക് ആവശ്യമുള്ളത്. സോ അതിന് വേണ്ടി ആദ്യം ഫ്രെയിമിനെ ഞാൻ അത് വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഐ ഫ്രെയിം ഒരു കൈൻഡ് ഓഫ് കീവേഡ് ആണ്. ഐ ഫ്രെയിം കൊടുക്കണ്ട, വേറെ പിന്നെ കൺഫ്യൂഷൻ. ഐ ഫ്രെയിം എലമെന്റ് ഞാൻ കൊടുത്തത്. ഡബിൾ കോട്ട്സാ വേണ്ടേ? ഡബിൾ കോട്ട്സ്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തോളൂ. ഫൈൻഡ് എലമെന്റ് സെൽഫ് ഡ്രൈവർ ഫൈൻഡ് എലമെന്റ്. ഓക്കേ, നെക്സ്റ്റ് എന്റർ അടിക്കൂ. self dot driver dot switch to switch dot switch underscore to to dot frame 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 ബ്രാക്കറ്റ്സിൽ ഈ എലമെന്റിനെ പാസ് ചെയ്ത് കൊടുത്തേ. ഫൈൻഡ് എലമെന്റ് സെൽഫ് ഡ്രൈവർ അതിനെ വേരിയബിൾ ആയിട്ടില്ല കൺസിഡർ ചെയ്യുന്നത്. വേരിയബിൾസ് സ്വിച്ച് ടു നിരഞ്ജന, ഇവിടെ സ്വിച്ച് ടു ഫ്രെയിം ആക്കുമ്പോ എന്താ നടക്കുന്നത്? അവിടെ സ്വിച്ച് ടു ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവറിന്റെ ഫോക്കസിനെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് ഞാൻ എവിടേക്ക് കൊണ്ടുവരികയാണ്? ഈ സ്പെസിഫിക് ഫ്രെയിമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് സ്വിച്ച് ടു എന്ന് പറയുന്നത്. സ്വിച്ച് ടു ഡോട്ട് ഫ്രെയിം എന്ന് വെച്ചാൽ ഡ്രൈവറിന് മനസ്സിലാവും, ഓക്കെ എനിക്ക് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു
എന്തിലേക്കാണ്? ഫ്രെയിമിലേക്കാണ്. അത് കൃത്യമായിട്ട് ആർക്ക് മനസ്സിലാവും? ഡ്രൈവർ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി താഴെ ടൈപ്പ് ചെയ്യൂ. ഇനി നമ്മുടെ അപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വരൂ കേട്ടോ. ഓക്കെ, ഇതിൽ H1 ഇല്ല, H1 ID ഈക്വൽ സാമ്പിൾ ഹെഡിങ്. H1 ID is equal to അതല്ലേ? അതെ, H1 ID ഈക്വൽ സാമ്പിൾ ഹെഡിങ് സോറി. അതിനെ ലൊക്കേറ്റർ എഴുതിക്കേ, ഫൈൻഡ് എലിമെന്റ് എഴുതിക്കോ. എക്സ്പാത്തോ? എക്സ്പാത്ത് എഴുതിക്കോളൂ. എന്നാല് എക്സ്പാത്ത് ആണ് നിങ്ങൾക്ക് സിന്റാക്സ് ഒന്ന് തറവായി കിട്ടും. അതെ, എനിക്കത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ തറവാവണില്ല. അത് ചെയ്ത് ശരിയാവും. നീ ടൈപ്പ് ചെയ്ത് ശരിയാവണത്. H1 സ്ലാഷ് ഇട്ടില്ലടാ ഫ്രണ്ടില്. H1 at ID equal to sample heading. സാമ്പിൾ ഹെഡിങ്, യെസ്. ഇതിനൊരു എലമെന്റ് ക്രിയേറ്റ് ചെയ്തോ. ഇതല്ലേ എക്സ്പാത്ത്? ഇനി ഇതുപോലെ ആക്കണോ വീണ്ടും? വേറൊരു എലമെന്റിലേക്ക് അസൈൻ ചെയ്തോ അത്. ഓക്കെ, അത് ഇപ്പൊ എന്താ കൊടുക്കുക? ജസ്റ്റ് സാമ്പിൾ പേര് കൊടുത്തോളൂ. സാമ്പിൾ ഹെഡ് പേര് കൊടുത്തോളൂ. സാമ്പിൾ ഹെഡോ? സാമ്പിൾ എലമെന്റ്. സാമ്പിൾ എലമെന്റ്. ഫൈൻ, നോ ഇഷ്യൂ. Sample element equal to driver dot comma ഇനി അതിന്റെ ടെക്സ്റ്റ് ഒന്ന് ഗെറ്റ് ചെയ്ത് നോക്കൂ. ഒന്ന് പ്രിന്റ് ചെയ്യും. അതിനെ ടെക്സ്റ്റ് ഗെറ്റ് ചെയ്യാനല്ലേ? അതെ. Get off text അല്ലേനോ? പ്രിന്റില് സാമ്പിൾ എലമെന്റ് ഡോട്ട് ടെക്സ്റ്റ് കൊടുത്തേ. സാമ്പിൾ എലമെന്റ് ഡോട്ട് txt ല്ലേ? യെസ്, ടെക്സ്റ്റ് കറക്റ്റ് ആണ്. എക്സിക്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഈ ടെക്സ്റ്റ് ഗെറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് യൂഷ്വലി ആ പറഞ്ഞ എലമെന്റിനെ ഡോട്ട് txt ടെക്സ്റ്റ് എന്ന് വിളിച്ചാൽ മതി. യെസ്. പൈച്ചാമിൽ നോക്കിയോ? ലോഡായ ശേഷം പൈച്ചാമിലേക്ക് വരൂ. ലോഡായി കഴിഞ്ഞിട്ടേ എൻ്റെ ലോഡ് ആയിക്കോട്ടെ. സാമ്പിൾ പേജ് പ്രിന്റ് ആയി അല്ലേ? This is a sample page. ഇനി ആ ലൈൻ നമ്പർ 13 ഒന്ന് കമന്റ് ചെയ്യാമോ? 13 സ്വിച്ച് ടു ഫ്രെയിം. ഫ്രെയിമിനെ കമന്റ് ചെയ്യാം, എന്നിട്ട് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്തായാലും എറർ അടിച്ചിട്ടുണ്ട് അല്ലേ? ഫ്രെയിമിലേക്ക് പോയില്ല. എന്താ ഇപ്പൊ ഒരു എറർ അടിച്ചു കണ്ടോടാ? നോക്കിയേ, ഉള്ളിലേക്ക് പോയിക്കേ.
ഓക്കെ എക്സെപ്ഷൻസ്. എക്സെപ്ഷൻ എന്താണ് ഏബിൾ ടു ലൊക്കേറ്റ് ദി എലമെന്റ്. കാരണം എന്താ നമ്മൾ അവിടെ സ്വിച്ച് ടു കമന്റ് ചെയ്തിട്ടു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഡ്രൈവറിന് മനസ്സിലാവുന്നില്ല ഇതെന്താ ഇത് ആരാണ് എലമെന്റ് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല, ഡ്രൈവറിന് മനസ്സിലാവുന്നില്ല. ആ സ്വിച്ച് ടു അൺകമന്റ് ചെയ്താൽ നമ്മുടെ ഇഷ്യൂ റിസോൾവ് ആവും. ഇപ്പൊ മനസ്സിലായോ സ്വിച്ച് ടുന്റെ ഇമ്പോർട്ടൻസ്? അതായത് ആ നമ്മുടെ എലമെന്റിനെ സ്വിച്ച് ടു ഫ്രെയിം എന്ന് പറയുമ്പോൾ ഫ്രെയിം ആയിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് നമ്മുടെ ഡ്രൈവറിനോട് ഫ്രെയിമിലേക്ക് ഫോക്കസ് പോകും. ഡ്രൈവറിന്റെ ഫോക്കസ് ഫ്രെയിമിലേക്ക് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരും സ്വിച്ച് ടു എന്ന് പറഞ്ഞ മെത്തേഡ്. ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാതെ ഒരിക്കലും നമുക്ക് ആ ഫ്രെയിമിന്റെ അകത്തുള്ള എലമെന്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അത് കമന്റ് ചെയ്തു. ഓക്കെ, ലൈൻ നമ്പർ 15 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ ടൈപ്പ് ചെയ്യടാ. ഓക്കെ, സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് സ്വിച്ച് അണ്ടർസ്കോർ ടൈപ്പ് ചെയ്തോ. സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് സ്വിച്ച് അണ്ടർസ്കോർ ടൈപ്പ് അടിച്ചു. switch underscore 2 dot default underscore content. Default underscore default lt underscore content. switch to default content. Yes, നമ്മളിപ്പോ നമ്മളുടെ ഡ്രൈവറിന്റെ ഫോക്കസിനെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇടണടാ. അതായത് നമ്മളിപ്പോ ഇതിന്റെ തൊട്ട് മുമ്പ് വരെ നമ്മുടെ ഡ്രൈവറിന്റെ ഫോക്കസ് എവിടെയാണ്? നമ്മളുടെ ഫ്രെയിമിന്റെ അകത്താണ്. ഫ്രെയിമിന്ന് ഫോക്കസ് റിലീസ് ചെയ്യണ്ടേ നമുക്ക്, എന്നാലേ ഫർദർ ആയിട്ടുള്ള എക്സിക്യൂഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്വിച്ച് ടു ഡിഫോൾട്ട് കണ്ടന്റ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എലമെന്റിന്റെ ഫോക്കസിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. റിലീസ് ചെയ്യാനാണ് സ്വിച്ച് ടു ഡിഫോൾട്ട് കണ്ടന്റ് യൂസ് ചെയ്യുന്നത്. മുമ്പ് എങ്ങനെയാണോ അതിലേക്ക് തന്നെ മുമ്പ് ഉണ്ടായിരുന്ന ഫോക്കസ് എവിടെയാണ് അവിടേക്ക് തിരിച്ചു വിടാനായിട്ട്. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡിഫറൻസ് ഒന്നും കാണില്ല കേട്ടോ. ഡിഫറൻസ് എങ്ങനെയാന്ന് ഞാൻ മനസ്സിലാക്കാനായിട്ട് ആ സാമ്പിൾ എലമെന്റിന്റെ 2 ലൈൻസ് ഇല്ലേടാ, ഗോപികയുടെ കേസിൽ 14 15 ടെക്സ്റ്റ് ഗെറ്റ് ചെയ്ത 2 ലൈൻസ് ഇല്ലേ, ആ 2 എണ്ണത്തിന്റെ ഒന്ന് ഈ സ്വിച്ച് ടു ഡിഫോൾട്ട് കണ്ടന്റ് കഴിഞ്ഞ് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കൂ. സാമ്പിൾ ഡോട്ട് ടെക്സ്റ്റിനെ സാമ്പിൾ ഡോട്ട് ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് സ്വിച്ച് ടു ഡിഫോൾട്ട് കണ്ടന്റ് കഴിഞ്ഞിട്ട് ഒന്ന് പ്ലേസ് ചെയ്യൂ. സാമ്പിൾ എലമെന്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. എക്സിക്യൂട്ട് ചെയ്തോടാ. ബിക്കോസ് അതിന്റെ ഫോക്കസിന് പുറത്തേക്ക് വന്നു, അതിന് ശേഷം അടിച്ചു കൊടുത്താലും എറർ അടിക്കും. ഈ എക്സെപ്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ എലമെന്റ് റിട്ടേൺ ചെയ്യും എന്ന് പറഞ്ഞില്ലേ? യെസ്, എക്സിക്യൂട്ട് ആയോടാ? എറർ വന്നു. എന്താണ് എറർ അടിച്ചത്? നോ സച്ച് എലമെന്റ് ഫോണ്ട് എക്സെപ്ഷൻ അല്ലെ? സെയിം എക്സെപ്ഷൻ അടിച്ചു അല്ലെ? ഇവിടെ എറർ അടിക്കാൻ റീസൺ എന്താണ്? ഇവിടെ ഇപ്പൊ നമ്മള് അതായത് നമ്മുടെ ഫ്രെയിമിലേക്കുള്ള ഫോക്കസിനെ റിലീസ് ചെയ്തതിന്റെ ശേഷമാണ് നമ്മൾ ഈ എക്സ്പാത്ത് രണ്ടാമത് കൊടുത്തത് അല്ലെ?
അങ്ങനെ കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? അങ്ങനെ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഡിഫറൻസ് മനസ്സിലായോ? ഓ നമ്മള് സ്വിച്ച് ടു ഫ്രെയിം ചെയ്തിട്ട് പിന്നെ ഡിഫോൾട്ട് കണ്ടന്റ് കഴിഞ്ഞ് നമ്മൾ ഇത് ചെയ്യുമ്പം ആ ഡ്രൈവറിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അറിയുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഓക്കെ. മനസ്സിലായടാ? കൺട്രോൾ സെറ്റ് അടിച്ച് പഴയ പോലെ ആക്കോട്ടോ. റിമൂവ് ചെയ്തോട്ടോ കോഡ്. രണ്ട് കോഡ് റിമൂവ് ചെയ്തു. ബിക്കോസ് പൊതുവെ ചെയ്യുമ്പോൾ എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് സ്വിച്ച് ടു ഡിഫോൾട്ട് കണ്ടന്റ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ താഴെ ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഫ്രെയിംസ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് മൾട്ടിപ്പിൾ വിൻഡോ ഹാൻഡ്ലിംഗ്. അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ആപ്ലിക്കേഷനിലെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വേറെ പുതിയൊരു ടാബിലേക്കായിട്ട് ഓപ്പൺ ചെയ്ത് വരും അതിന്റെ കണ്ടന്റ്സ്. അങ്ങനെ ഒരു ബിഹേവിയർ കണ്ടിട്ടുണ്ടല്ലോ. ലെറ്റ്സ് സേ ആ ലിങ്ക് ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് യുവർ റെസ്യൂമെ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് യുവർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ടാബിലാണ് എനിക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സെക്ഷൻ ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള സിനാരിയോസ് വരുമ്പോ എനിക്കിപ്പോ എത്ര വിൻഡോസ് ആയി? 2 വിൻഡോസ്, 2 ടാബുകൾ ഓപ്പൺ ആയി അല്ലേ? സോ 2 ടാബുകൾ ഓപ്പൺ ആകുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നാണ് എന്താണ് ഹാൻഡ്ലിംഗ് മൾട്ടിപ്പിൾ വിൻഡോസ് എന്ന് പറയുന്നത്. മനസ്സിലായടാ? നമ്മള് ഈ കേസിലും 2 നമ്മള് മൾട്ടിപ്പിൾ വിൻഡോ ഓപ്പൺ ആവണ്ടല്ലോ. ആദ്യം ഒബ്സ്ക്യൂറയുടെ അങ്ങനെയല്ല, അതായത് ഒരു വിൻഡോയിൽ ഒന്നിൽ കൂടുതൽ ടാബ്. ഓക്കെ, അങ്ങനെ. ശരി ശരി ശരി. അതെ, ഒരു ആക്ഷൻ പെർഫോം ചെയ്ത് വേറൊരു ടാബിൽ ഓപ്പൺ ആയി വരിക. മൾട്ടിപ്പിൾ വിൻഡോ പാരലലി ഒരേ വിൻഡോയില് 2 ടാബ്സ് എങ്ങനെ വർക്ക് ആവും? പാരലലി ഒരു വിൻഡോയിൽ 2 ടാബ്സ് വന്നാൽ എങ്ങനെ വർക്ക് ചെയ്യും? അതന്നെ. മൾട്ടിപ്പിൾ വിൻഡോയുടെ കോഡ് ഞാൻ തരാം കേട്ടോ. ഒരു ക്ലാസ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂടാ. ഹാൻഡിൽ മൾട്ടിപ്പിൾ വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തോളൂ. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ഇത് എത്രയുള്ളൂ? ഹാൻഡിൽ മൾട്ടിപ്പിൾ വിൻഡോസ്. യെസ്, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂടാ. ബേസിക് കൊടുക്കടാ. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ ക്രിയേറ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യൂ കേട്ടോ. വെരിഫൈ മൾട്ടിപ്പിൾ വിൻഡോസ്, മൾട്ടിപ്പിൾ ടാബ്സ്. കോഡ് ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഫുള്ളാ? ഓക്കെ. ഇഷ്ടമുള്ള പേര് കൊടുത്തോ. ഹാൻഡിൽ മൾട്ടിപ്പിൾ വിൻഡോസ്, ഹാൻഡിൽ ടേബിൾസ്, ടാബ്സ്, സെൽഫ് ഡ്രൈവർ ഗെറ്റ്. ഇതിന്റെ തൊട്ട് താഴെയാണോ? താഴെ. സെയിം URL അല്ല, ഡിഫറൻസ് ഉണ്ട്. അതിലുണ്ട്, ഞാൻ തന്ന കോഡിൽ ഓൾറെഡി ഉണ്ട്. കോഡ് ചാറ്റിലിട്ടുണ്ട്. ഒരു എറർ അടിക്കണ്ടല്ലോ എവിടെയൊന്നും. ബൈ ഇമ്പോർട്ട് ചെയ്തോടാ. ബൈ ഇമ്പോർട്ട് ചെയ്തു, ടൈം ഇമ്പോർട്ട് ചെയ്തില്ല. എന്നിട്ട് ഇതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേ.
ലോഡായിട്ട് തന്നു പറഞ്ഞു. മൾട്ടി എക്സിക്യൂട്ടീവ് ആദ്യം ഫംഗ്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ടൈം ഇമ്പോർട്ട് ചെയ്തൊക്കെയാണ്. മൾട്ടിപ്പിൾ വിൻഡോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ Multiple വിൻഡോ, window. അത് മൾട്ടിപ്പിൾ വിൻഡോ മൾട്ടിപ്പിൾ വിൻഡോ ഡോട്ട് എക്സിക്യൂട്ട് ചെയ്തേടാ. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയൊന്ന്. ഫസ്റ്റ് നമ്മുടെ ടാബ് ഓപ്പൺ ആയി. ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന ലിങ്ക് ക്ലിക്കായി. ആ ടാബിൽ കുറച്ച് ആക്ഷൻസ് ചെയ്തു, ക്ലോസ് ചെയ്തു അല്ലേ? രണ്ട് ടാബ്സ് ആയി അല്ലേ ഒരേ വിൻഡോയിൽ? അതെ, ഒരേ വിൻഡോയിൽ 2 ടാബ്സ് ആയി. സോ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ കോഡിൽ പറഞ്ഞിട്ടുള്ളത്. അന്ന് മുകളിലേക്ക് പോയിട്ട് ആ ടാബിന്റെ ഐഡീസ് ആണ് കാണിക്കുന്നത്. URL ടാബിന്റെ ഐഡീസ് ആണ്. സോ നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആവുന്ന, വെബ് ബ്രൗസറിൽ ഓപ്പൺ ആവുന്ന ഓരോ ടാബിനും യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ഹാൻഡിൽ ഐഡി. ഓരോ ടാബിനും യുണീക്ക് ഐഡി എന്നാണ് ഉദ്ദേശിച്ചത്? യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡീസ് ഉണ്ടായിരിക്കും. അതെ. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ഐഡി എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ടാബ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ഐഡി വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്പർ 12 and 13 കണ്ടോ? കറന്റ് വിൻഡോ ഹാൻഡിൽ നമ്മൾ എവിടെ പഠിച്ചതായിരുന്നു? ബ്രൗസർ കമാൻഡ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓക്കെ. ഇനി അതിനുശേഷം അതെ, ഓരോ തവണയും ഓരോ ഐഡി ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്ന ഓരോ ടാബിനും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ആ ലിങ്കിനെ ക്ലിക്ക് ചെയ്യാനുള്ള കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. താഴെ വരൂ, എന്നിട്ട് താഴേക്ക് വരൂ. യെസ്, സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽസ്. അതായത് ഒന്നിൽ കൂടുതൽ ഐഡീസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഡോട്ട് ഹാൻഡിൽസ് എന്ന് പറഞ്ഞ് വിളിക്കാം. നമ്മള് ഫൈൻഡ് എലമെന്റും ഫൈൻഡ് എലമെന്റ്സും പറഞ്ഞതുപോലെ തന്നെയാണ് ഹാൻഡിലും ഹാൻഡിൽസും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഒന്നിൽ കൂടുതൽ ടാബുകൾ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടാബ് ഐഡീസിന് റിട്ടേൺ ചെയ്യാൻ ഹാൻഡിൽ ഐഡീസ് യൂസ് ചെയ്യാം. സിംഗിൾ ഹാൻഡിൽ ഐഡി ഉള്ളുണ്ടെങ്കിൽ വിൻഡോ ഹാൻഡിൽ യൂസ് ചെയ്യാം. സോ ഇപ്പൊ ഈ ഹാൻഡിൽ അണ്ടർസ്കോർ ഐഡീസിൽ എത്ര വാല്യൂസ് ഉണ്ട്? ഹാൻഡിൽ അണ്ടർസ്കോർ ഐഡിയില് സിംഗിൾ വാല്യൂ അല്ലെ? ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ഐഡിയിൽ സിംഗിൾ വാല്യൂ, ഹാൻഡിൽ ഐഡീസിൽ മോർ ദാൻ 1 വാല്യൂസും ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്തിരിക്കുകയാണ്? കമ്പയർ ചെയ്തിരിക്കുകയാണ്. എന്താ കമ്പയർ ചെയ്തിട്ടുള്ളത് നോക്കൂ. ഇഫ് ഹാൻഡിൽ നോട്ട് ഈക്വൽസ് ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ഐഡി, അതായത് ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ഐഡി ആണ് ഈ കാണുന്ന എലമെന്റ് എന്നുണ്ടെങ്കിൽ എനിക്കൊരു ആക്ഷനും പെർഫോം ചെയ്യണ്ട. അതല്ലാത്തൊരു ഹാൻഡിൽ ഐഡി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വേറൊരു ടാബ് ഓപ്പൺ ചെയ്യാം അല്ലേ? അതെ, രണ്ടാമതൊരു ടാബ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ആ ടാബിലേക്ക് സ്വിച്ച് ടു വിൻഡോ എന്ന് പറഞ്ഞു. മനസ്സിലായോടാ? എന്നിട്ട് എന്ത് ചെയ്തു? അത് അവിടെയാണ് നമ്മുടെ ഇമെയിൽ ഐഡിന്റെ ഫീൽഡ്, അതുപോലെ സബ്മിറ്റ് ബട്ടൺ എല്ലാം കിടക്കുന്നത്. അവിടെ അതിന്റെ ലൊക്കേറ്റർ എഴുതി. അതിന് താഴേക്ക് വരൂ, സ്വിച്ച് ടു മെയിൻ വിൻഡോ, സ്വിച്ച് ടു വിൻഡോ ഫസ്റ്റ് ഹാൻഡിൽ ഐഡി. തിരിച്ച് ഫസ്റ്റ് ഹാൻഡിൽ ഐഡിയിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. കോഡ് അവസാനിപ്പിച്ചു. Wait for few seconds to observe. Okay. ക്ലിയർ ആണോടാ?
ക്ലിയർ അല്ലേടാ പറഞ്ഞത്? ആ ആ സോ ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. ഡൗട്ട്സ് ഉണ്ടോ? അല്ല, ഇതൊന്നും ഒന്ന് നോക്കണം, ഇതൊന്ന് ആ വന്ന് നോക്കിയിട്ട്. നോക്കി നോക്കോ. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നാളെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ഓക്കെ. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ എന്തെങ്കിലും നോക്കി നോക്കൂ. എന്നിട്ട് കിട്ടിയില്ലേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ.